സ്വർണ്ണലത. അപ്പം എൻ്റെ ചാനലിൻ്റെ പേരാണ് ഗോൾഡൻ ക്രീപ്പർ. ഇന്നത്തെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ഹാപ്പിനെസ് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുമെന്ന്, നമ്മളെ ലൈഫിൽ എങ്ങനെയാണ് ഹാപ്പിനെസ് ഉണ്ടാക്കുമെന്ന്. അപ്പം ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കലാണ്. നമ്മൾക്കിപ്പം വേറെ ഒരു വ്യക്തി വേണ്ടല്ലോ, വേറെ ഒരു വ്യക്തി എന്നാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടാണോ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടത്? നമ്മളെങ്ങനെയാണ് ഹാപ്പി ആക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം, അതായത് നമ്മൾ സ്വന്തം ഹാപ്പിനെസ് നമ്മൾ വേറെ ഒരു വ്യക്തി എന്നാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടല്ല നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മളെങ്ങനെയാണ് സന്തോഷമായിട്ട് ഉണ്ടാവേണ്ടത്. കാരണം വേറൊരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് അവരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും മനഃപൂർവ്വം അങ്ങനെ ഹാപ്പിനെസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, സന്തോഷം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടുമല്ലോ. അപ്പം അങ്ങനെയല്ല നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തേണ്ടത്. വേറൊരു വ്യക്തികൾ എന്നാ ചെയ്യുന്നത് നോക്കിയിട്ട് നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ പല കാര്യങ്ങളും ചെയ്യും. അപ്പം അതൊന്നും കണ്ടിട്ടല്ല നമ്മൾ അൺഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടത്. നമ്മൾ സ്വന്തം ഹാപ്പി ആയിട്ട് നിൽക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ തീരുമാനിക്കണം, അത് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ അത് നമുക്കൊരു ഇതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേറൊരാൾ നമ്മളെ പ്രൊവോക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ മൂഡിനെ തന്നെയാണ്, നമ്മളെ ഹെൽത്തിനെ തന്നെയാണ് ഇല്ലാണ്ടാക്കുന്നത്. അത് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം അത് നമ്മളെ ഹെൽത്തിനെ ബാധിക്കും, നമ്മൾ മെൻ്റൽ സ്ട്രെസ്ഡ് ആകും, എല്ലാം ആകും. അപ്പം വേറെ ഒരു വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അൺഹാപ്പി ആകരുത്, അല്ലേ? അത് ശരി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പി ആവുന്നത്, നമുക്ക് ഹാപ്പി ആക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം വരാനുണ്ട്. ആ കാര്യങ്ങൾ ആദ്യം നമ്മൾ കണ്ടെത്തണം. അല്ലാണ്ട് വേറെ ആരും നമുക്ക് പറഞ്ഞു തരില്ല നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഒരു പാരൻസ് ആണെങ്കിൽ നമ്മളെ കുട്ടികളെ നോക്കുമ്പോൾ, അതായത് കുട്ടികൾക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പം അതിൽ നമ്മൾ എന്താ പറയുക, നമ്മളത് ബാധ്യസ്ഥരാണ്, നമ്മളത് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാണ്ട് അത് ചിലപ്പം നമുക്കത് അൺഹാപ്പി ആയിട്ടുണ്ടാകും. അത് അല്ലെങ്കിൽ നമുക്കത് എന്താ പറയുക, അത് നമ്മൾ ബാധ്യസ്ഥരായത് കൊണ്ട് മാത്രം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ കുട്ടികൾ കഷ്ടപ്പെടാൻ പാടില്ല, നമ്മളെ കുട്ടികൾ നല്ല രീതിയിൽ വളരണം, അല്ല, അവർക്ക് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട്, നമ്മളതായ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്വന്തം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തണം. എന്നാലേ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നമുക്കെന്നാ വേണ്ടുന്നത്, നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ടുണ്ടാകാം. അഫ്കോഴ്സ് നമ്മൾ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷമായിട്ടുണ്ടാകും, മീൻസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു സ്റ്റേബിളായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ നമുക്ക് എന്തായാലും ആ സന്തോഷം ഉണ്ടാകും. കാരണം ഒരു പ്രശ്നങ്ങളില്ലാണ്ട് പോകുമ്പോൾ. പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും. അപ്പം അതിനെക്കാട്ടി മുന്നേ എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ഓരോരോ കാര്യങ്ങൾ ചെയ്തു ഉണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തതിന് കൊണ്ട് റിഗ്രറ്റ്സ്, അതായത് അതങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ നമുക്കിപ്പം ഇത് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്, ആ റിഗ്രറ്റ്സ് ഇല്ലാണ്ടിരിക്കണം. അന്നേരം എന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ പോലെ ചെയ്തു പോയ കാര്യങ്ങളെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് നമുക്ക് അൺഹാപ്പി, അതായത് സന്തോഷം ഇല്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യണം. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എടുത്തു ചാടി നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഓരോരോ കാര്യങ്ങൾ. നമുക്കത് വേണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയുടെ താല്പര്യപ്രകാരം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പം നമുക്കൊരു ചെറിയൊരു പ്രൊഡക്ട്സ് മേടിക്കണമെങ്കിലും, ഇപ്പം വീട്ടിലൊരു സെയിൽസ്മാൻ വന്നെന്ന് വിചാരിക്കട്ടെ, അപ്പോൾ അവരെ ജോലിയുടെ ഭാഗമായിട്ട് അവർ പല സാധനങ്ങളും കാണിക്കുകയും എല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾക്കത് വേണോ വേണ്ടയോ ഒന്നും. നമ്മളത് മേടിച്ചു കൂട്ടും. പിന്നെ ചിന്തിക്കുന്നത്, അയ്യോ ഇതിന് ഇത്ര പൈസ ആയിട്ടുണ്ടല്ലോ,
ഇത് ആവശ്യമുണ്ടോ നമുക്ക് എന്നല്ല. അപ്പോൾ വേറൊരു വ്യക്തിയുടെ ഒരു പ്രൊവോക്കേഷൻ കാരണമാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ റിഗ്രറ്റ്സ് ഇല്ലാണ്ടിരിക്കും. അത് പറഞ്ഞ കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് സഡനായിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിപ്പം ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം വരുമ്പം ആ കാര്യങ്ങളല്ല, ചില സിമ്പിളായിട്ടുള്ള ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങളുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോയാലും ഏതൊരു ഷോപ്പിൽ പോയാലും ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോരോ വ്യക്തികൾ നമ്മളെ മുന്നിൽ വരുമല്ലോ. നമ്മളെ ഫ്രണ്ട്സ് ആയാലും ഏതെങ്കിലും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വന്നാലും കൂടെ നമുക്കത് ആവശ്യം ഉണ്ടാവില്ല, എന്നാലും നമ്മളത് മേടിക്കും. കാരണം എന്ന് വെച്ചാൽ അയ്യോ ആ വ്യക്തിക്ക് എന്ത് ചിന്തിക്കും അല്ലേ, ആ വ്യക്തി എന്നാ വിചാരിക്കുമോ, നമ്മളിത് മേടിച്ചിട്ടില്ലെങ്കിൽ നമ്മളെടുക്കുക, നമ്മളെ ഈഗോ, നമ്മളെ സ്റ്റാറ്റസ് അതെല്ലാം വിചാരിക്കും. അപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വേണ്ടിയിട്ട് ഓരോരോ സാധനം നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ പർട്ടിക്കുലറായിട്ടുണ്ടാവണം. അല്ലെങ്കിൽ വേറൊരാൾ എന്ത് ചിന്തിക്കുന്നു നോക്കിയിട്ടല്ല നമ്മൾ ഓരോരോ സാധനങ്ങൾ മേടിച്ച് കൂട്ടേണ്ടത്, അല്ലെങ്കിൽ ബാക്കിയിലോട്ട് എന്നാ ചിന്തിക്കും വിചാരിച്ചിട്ടല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ അതൊരു പോയിൻ്റാണ്. അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റേഷൻ, ഇനി നമുക്കെന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷനെ പറ്റിയിട്ട്, അതായത് നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ആ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിട്ടേൺസ് എങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കും. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അൺഹാപ്പി ആകുന്നത്, അത് നമുക്ക് സന്തോഷമില്ലാണ്. കാരണം നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ റിട്ടേൺ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ തിരിച്ച് കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നെയും അവിടെ ഒരു ഹാപ്പിനെസ് ഇല്ലാണ്ടാകുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ ഒരു കാര്യം ചെയ്തു കൂട്ടും. അതായത് ഒരുത്തരെ സഹായിക്കുമ്പോൾ ആയാലും ഒരു വ്യക്തിനെ സഹായിക്കുമ്പോൾ ആയാലും അത് നമ്മൾ സഹായിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായിക്കണം. അല്ലാണ്ടെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ബന്ധുക്കളെ സഹായിച്ചിട്ട് കഷ്ടത്തിലെത്തുന്നത് പോലെയല്ല ഞാൻ പറയുന്നത്. ഒരു പേഴ്സൺ സഹായത്തിന് ആവശ്യമുണ്ടെങ്കിൽ അത് ആ പേഴ്സണിന് സഹായം മീൻസ് അർഹനായിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മൾ സഹായിക്കുമ്പോൾ ആ സഹായം മേടിക്കാൻ വന്ന ആൾ നമ്മൾ കൊടുക്കുന്ന ആ മണി അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നവരാണോ എല്ലാം ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഒരു വ്യക്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. സഹായിച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു തരും, നമുക്ക് തിരിച്ചു തരുന്നില്ല ഒരു ചിന്തയെ വേണ്ട. കാരണം ആ മണി മാറ്റർ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഏതൊരു വ്യക്തി സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തിരിച്ചു തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ നമ്മളോട് ഇഷ്ടമല്ല ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വിചാരിച്ചിട്ട് നമ്മളൊരു വ്യക്തിനെ നമ്മൾ സഹായിക്കാൻ പാടില്ല. കാരണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോൾ സഹായിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കരുത് നമ്മൾ വേറെ ഒരു വ്യക്തിനെ സഹായിക്കേണ്ടത്. നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളെ കാര്യത്തിന് തന്നെയാണ്. എന്നിട്ട് വേണം നമുക്ക് എക്സ്ട്രാ വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വേറൊരാൾക്ക് നമ്മൾ സഹായിക്കാനേ പാടില്ല ഇന്നത്തെ കാലത്ത്. പിന്നെ ആ സഹായിച്ച പൈസ തിരിച്ചു കിട്ടുന്ന യാതൊരു ഇതുമില്ല, ഉറപ്പും ഇല്ല. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത് കുറേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് വേറെ വിഷയമാണ്. പിന്നെ ഒരു വിഷയത്തിലും കൂടെ ഞാൻ ഇങ്ങനെ വരുന്നു. ഈ സബ്ജക്റ്റിൻ്റെ അകത്ത് നിന്ന് ഒന്ന് വഴി മാറിയിട്ട് ഞാൻ ഒരു ചെറിയ കാര്യങ്ങൾ കൂടെ നിങ്ങളടുക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളടുക്ക് പറയാനുണ്ട്. അതായത് നമ്മളെപ്പോലത്തെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നത്, അതായത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് വീഡിയോസ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാർ വീഡിയോ ചെയ്യുമ്പം അത് കാണുന്ന ആൾക്കാർ തീരുമാനിച്ചിട്ട് വേണ്ടേ നമ്മൾക്കൊരു മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് വീഡിയോസ് എല്ലാം എന്ന് വെച്ചാൽ ഞാൻ മിനിമമായിട്ടുള്ള ഒരു മൊബൈൽ വെച്ചിട്ടും മിനിമമായിട്ടുള്ള ഒരു സംഭവം മീൻസ് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം
ആ ഒരു ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ ഇങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങളെ പോലത്തെ ആൾക്കാർ കണ്ടിട്ട് അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഒരു സമയത്തുമ്പോൾ നമ്മൾ ചോദിച്ചാലല്ലേ നമുക്ക് മനസ്സിലാകും, മീൻസ് എങ്ങനെയാണെന്ന്. അപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്ന വിശ്വസിക്കുന്നു നിങ്ങൾ നമ്മൾ വീഡിയോസ്, അതായത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനെ പറയാനില്ലു. അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്യണേ.